ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷസ്നികാസ് റെസിപ്പി ബുക്ക്. അപ്പോൾ ഞാൻ കുറേ നാളായി നിങ്ങളൊക്കെ കണ്ടിട്ട്. എനിക്ക് ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് ബിസി ആയി പോയത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉന്നക്കായാണ്. ഭയങ്കര സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇനി നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഗ്രേറ്റഡ് കോക്കനട്ട്, പിന്നെ ആവശ്യത്തിന് ഷുഗർ, പിന്നെ കാഷ്യൂ നട്ട്സ് പൗഡർ ആക്കിയിട്ട് വേണം എടുക്കാൻ, പിന്നെ ഗോൾഡൻ റേസിൻസ്, ഇത് ബ്ലാക്ക് കളർ വേണമെങ്കിലും എടുക്കാം, പിന്നെ കാർഡമം പൗഡർ, ഗീ, പിന്നെ 3 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ഇങ്ങനെ പഴുത്ത് പോകാനും പാടില്ല, ഇങ്ങനെ കുറച്ച് പഴുക്കാനും പാടില്ല, ഒരു തിന്നാൻ പറ്റുന്ന ഇതാണ് വേണ്ടത്. ഇനി നമുക്ക് പഴം പുഴുങ്ങണം, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൂടുതൽ പഴുക്കാത്ത പഴം എടുക്കുന്നത്. കൂടുതൽ പഴുത്ത പഴം എടുത്ത് പുഴുങ്ങിയാൽ കുറച്ചിങ്ങനെ മാഷ് ആയി പോകും. നമ്മളപ്പം കാഷ്യൂ നട്ട് ക്രഷ് ചെയ്യാണ് ചെയ്യേണ്ടത്, പൗഡറൊക്കെ അല്ല ചെയ്യേണ്ടത്. ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഏത്തപ്പഴം പുഴുങ്ങി കഴിഞ്ഞു, ഇത് എടുക്കുകയാണ് ഓരോന്നോരോന്നോരോ. എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് പുറത്ത്. നമുക്കിതിൻ്റെ തൊലി കളയണം. അപ്പോൾ നമ്മൾ പഴം ഒരു ഇളം ചൂടായുമ്പോൾ തന്നെ നമ്മളിത് നന്നായി മാഷ് ചെയ്ത് കൊടുക്കണം. ഒരു ഫോർക്ക് വെച്ച് മാഷ് ചെയ്താൽ പെട്ടെന്ന് മാഷായി കിട്ടിക്കണം. ഇങ്ങനെ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണയോ നെയ്യോ തൂക്കിയിട്ട് നമുക്കിങ്ങനെ കുറച്ച് കൊടുക്കാം, അതിനും കുഴപ്പമില്ല. അപ്പം ആദ്യം നമുക്ക് ഫോർക്ക് കൊണ്ട് ചെയ്യാം, കാരണം കുറച്ച് ചൂടുള്ളതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഫോർക്ക് കൊണ്ട് ചെയ്യണം. ഇത് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ മാഷ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ മാവ് ഏത്തപ്പഴം നന്നായി റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമ്മളിത് കറക്റ്റ് പഴുപ്പായതുകൊണ്ട് കറക്റ്റ് റെഡിയായി വന്നു. പിന്നെ ഇതിൽ നമ്മളിത് കുഴയ്ക്കുമ്പം ഇങ്ങനത്തെ നാര് കിട്ടുകയാണെങ്കിൽ അതൊക്കെ മാറ്റാം. പിന്നെ ഇതിൽ പഴുപ്പ് കൂടുതലാണെങ്കിൽ കുറച്ച് ബ്രെഡ് ക്രംസ് ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് ഇനി ഏത്തപ്പഴം ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് തേങ്ങ ഗ്രേറ്റഡ് കോക്കനട്ട് എടുക്കാം. അപ്പം ഇത് നമുക്ക് പഴം പുഴുങ്ങുന്ന സെയിം ടൈമിൽ തന്നെ ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആയി ചെയ്യുന്നതുകൊണ്ടാണ് വേറെ വേറെ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അടുത്തത് നമ്മളൊരു പാന് ലോ ഫ്ലെയിമിൽ വെക്കുക. ഇനി നമുക്ക് അതിലേക്ക് ഗീ ഒഴിച്ച് കൊടുക്കുക. 4 to 5 ടേബിൾ സ്പൂൺ ഗീ ഉണ്ട്. അപ്പോൾ നമ്മളിത് നന്നായി ചൂടായിട്ടുള്ള ഒരു പാനാണ്. നെക്സ്റ്റ് അതിലേക്ക് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് അതിലേക്ക് ഗോൾഡൻ കളർ റേസിൻസ് ഇട്ട് കൊടുക്കുക. നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. മുന്തിരിയും കാഷ്യൂ നട്ടും ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് ഗ്രേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കാർഡമം പൗഡർ ഇട്ട് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കാർഡമം പൗഡർ ഇടുമ്പം ഈ തേങ്ങ കുറച്ച് ലൈറ്റ് ഗോൾഡൻ കളർ നല്ല മണം വരുന്നുണ്ട് ഇപ്പം. ഇനി നമുക്ക് അതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവട്ടെ. ഇത് നന്നായി മൂത്തിട്ടുണ്ട്. ഇത് അറിയണത് ആ നെയ്യ് ഇങ്ങനെ പുറത്തേക്ക് വരുന്ന കാണാൻ പറ്റുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തന്നെ ഇവിടെ നിന്ന് മൂത്തോളം ആ ചൂടിൽ. ഓക്കെ, അപ്പോൾ നമ്മളിനി ഏത്തപ്പഴം പുഴുങ്ങിയത് മാവാക്കി എടുത്തത് ആദ്യം നമ്മൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം, കുറച്ച് മതി. ഒന്ന് ഒഴിച്ചെടുത്തിട്ട് നന്നായി തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാവിന്ന് എടുത്തിട്ട് ഇങ്ങനെ ബോൾസ് പോലാക്കി കൊടുക്കുക. നെക്സ്റ്റ് നമ്മളൊരു ബട്ടർ പേപ്പറാണ് അവിടെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ വാഴയില വല്ലതും അങ്ങനെ വെക്കാം. എന്നിട്ട് കുറച്ച് എണ്ണ കയ്യിലും തൂകുക,
പിന്നെ കുറച്ച് നമ്മൾ ഏത് വാഴയിലാണെങ്കിൽ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ആണെങ്കിൽ ഇവിടെ ഒന്ന് കുറച്ച് തൂക്കി കൊടുക്കുക. ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു ഏത്തപ്പഴത്തിൻ്റെ ബാറ്റർ എടുത്തിട്ട് ഇവിടെ വെക്കുക. എന്നിട്ട് നെക്സ്റ്റ് നമ്മളിപ്പോൾ മാവൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫില്ലിങ് കുറച്ചെടുത്തിട്ട് ഒന്ന് ഈ മിഡിലൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക, ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ ഫില്ലിങ് ചെയ്തിട്ടുണ്ട്. ഇനി അത് മൂടുക.